ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സ്ട്രിംഗ് ഡാറ്റയെ എങ്ങനെ ഇൻപുട്ട് ചെയ്ത് കൊടുക്കാം, അതായത് കീബോർഡ് വഴി ഒരു സ്ട്രിംഗ് ഡാറ്റയെ എങ്ങനെയാണ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്നാണ്. ഈ സ്ട്രിംഗ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ്, അതായത് മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് വരുന്ന അതിനെയാണ് സ്ട്രിംഗ് എന്ന് പറയുന്നത്, മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ്. അപ്പോൾ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് നമുക്ക് ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്യണമെങ്കിൽ ആ വേരിയബിളിനെ സ്ട്രിംഗ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിൽ വേണം നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ. അപ്പം ഈ സ്ട്രിംഗ് ഡാറ്റ ടൈപ്പിലുള്ള ഒരു വേരിയബിളിലോട്ട് കീബോർഡ് വഴി എങ്ങനെയാണ് ആ സ്ട്രിംഗ് ഡാറ്റയെ സ്റ്റോർ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് ആൾറെഡി അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ടൊരു പോയിൻറ്റും കൂടെ പറയാനുണ്ട്. അവിടെ ശ്രദ്ധിക്കുക, ഞാൻ സാമ്പിളായിട്ടൊരു പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇവിടെ നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്ട്രിംഗ് എന്ന ഡാറ്റ ടൈപ്പിലാണ് നെയിം എന്ന് പറയുന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് നമ്മുടെ പേര് എൻട്രി ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ പേര് എന്താണെന്ന് വെച്ചാൽ എൻട്രി ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എൻട്രി ചെയ്ത് കൊടുക്കുന്ന പേര് അങ്ങ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. അതിന് വേണ്ടിയുള്ള ഒരു സിമ്പിൾ പ്രോഗ്രാമാണ്, സാമ്പിൾ പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. ആദ്യം എൻ്റർ ചെയ്യുക നെയിം എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ആ എൻ്റർ ചെയ്ത പേര് യുവർ നെയിം ഈസ് എന്ന് പറഞ്ഞ് ആ എൻ്റർ ചെയ്ത് കൊടുത്ത പേര് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. അത്രയേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇവിടെ സി ഔട്ട് എൻ്റർ യുവർ നെയിം എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന അതിനെ സി ഇൻ എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചാണ് നെയിം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ആ സ്ട്രിംഗ് ഡാറ്റയെ, സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് ഉള്ള ഇതിനെയാണ് സ്ട്രിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇതൊരു വേർഡാണ്. വേർഡ് നമ്മൾ സ്ട്രിംഗ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്, അത് നെയിം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് സി ഔട്ട് യുവർ നെയിം ഈസ് എന്ന് പറഞ്ഞ് ആ വേരിയബിൾ മെൻഷൻ ചെയ്യുമ്പോൾ ആ വേരിയബിൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ ഡാറ്റ, സ്ട്രിംഗ് ഡാറ്റ എന്താണെന്ന് വെച്ചാൽ അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു, നോർമലായിട്ടുള്ളത്. ഈ സിൻ ഉപയോഗിച്ചാണ് നമ്മളുടെ നെയിം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്ട്രിംഗ് ഡാറ്റയെ സ്റ്റോർ ചെയ്തത്. പക്ഷേ ഇവിടുത്തെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ വേർഡ്സ് ഇങ്ങനെ സ്റ്റോർ ചെയ്യാൻ സാധിക്കത്തില്ല. ഈ സി ഇൻ എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് മൾട്ടിപ്പിൾ വേർഡ്സിനെ നമുക്ക് ഇൻപുട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പം നോക്കുക, ഇവിടെ എൻ്റർ യുവർ നെയിം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കൈലാസിന് പകരം കൈലാസ് ശ്രീചന്ദ്രൻ, അതാണ് എൻ്റെ ഫുൾ നെയിം. ഈ കൈലാസ് ശ്രീചന്ദ്രൻ എന്ന് ഞാൻ ഇങ്ങനെ നീട്ടി വലിച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ കൈലാസ് ശ്രീചന്ദ്രൻ എന്ന് പറയുന്ന സംഭവം 3 വേർഡ്സാണ്, സിംഗിൾ വേർഡ് അല്ലല്ലോ, 3 വേർഡ്സ് ആയിട്ടാണ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തത്. ആദ്യത്തെ വേർഡ് എഴുതി സ്പേസ് ടൈപ്പ് ചെയ്ത്, അടുത്ത വേർഡ് എഴുതി സ്പേസ്, മൂന്നാമത്തെ വേർഡ്. സംഭവം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മൾട്ടിപ്പിൾ വേർഡ്സാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതെങ്കിലും അത് ആദ്യത്തെ വേർഡ് മാത്രമേ അത് സ്റ്റോർ ആവുകയുള്ളൂ. നമ്മളിവിടെ 3 വേർഡ്സ് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്താലും ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുത്ത വേർഡ് മാത്രമേ ഈ വേരിയബിളിലോട്ട് സ്റ്റോർ ആവുള്ളൂ. ഈ സി ഇൻ എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് സ്ട്രിംഗ് ഡാറ്റയെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ പറ്റുന്ന ഒരു കുഴപ്പമാണ്. മൾട്ടിപ്പിൾ വേർഡ്സ് നമുക്ക് അങ്ങനെ സ്റ്റോർ ചെയ്യാൻ സാധിക്കത്തില്ല. ആദ്യത്തെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ആദ്യത്തെ വേർഡ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളുടെ സ്പേസ് ടൈപ്പ് ചെയ്യുമ്പോൾ അത് വിചാരിക്കുന്നത് ഇൻപുട്ട് ചെയ്യുന്നത് കഴിഞ്ഞു, ആ വേരിയബിളിനുള്ള ഇൻപുട്ട് കഴിഞ്ഞു എന്ന രീതിയിലാണ് കമ്പൈലർ എടുക്കുന്നത്. പിന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതെല്ലാം അടുത്ത വേരിയബിളിലോട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ അടുത്ത വേരിയബിളൊന്നുമില്ല, നമ്മൾ ആകെ ഒരു വേരിയബിളിലോട്ട് മാത്രമേ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ബാക്കി ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതെല്ലാം അങ്ങ് ഇഗ്നോർ ചെയ്യും. വേറെ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഈ ഒരു വേരിയബിളോട് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ 2-3 വേരിയബിൾസ് മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിൽ ബാക്കി ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ഡാറ്റയെല്ലാം ആ വേരിയബിൾസിലോട്ട് സ്റ്റോർ ആകുമായിരുന്നു. അതായത് എവിടെയാണോ സ്പേസ് വരുന്നത് അവിടെ വെച്ച് ഇൻപുട്ട് ആ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നത് നിൽക്കും. എന്നിട്ട് സ്പേസ് കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന അടുത്ത വേരിയബിളിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ അടുത്ത വേരിയബിളൊന്നും ഇല്ല, അതുകൊണ്ടാണ് ബാക്കി വേർഡ്സ് എല്ലാം അങ്ങ് ഇഗ്നോർ ചെയ്തത്. അപ്പോൾ അതായത് എവിടെയാണോ സ്പേസ് വരുന്നത് അതുവരെയുള്ള സ്ട്രിംഗ് ഡാറ്റ മാത്രമേ ഈ സി ഇൻ എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമുക്കൊരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് കുറച്ചും കൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്യുന്ന ആ ഒരു എഫക്റ്റാണ് ഇവിടെ സ്ട്രിംഗ് ഡാറ്റ എൻ്റർ ചെയ്യുമ്പോൾ സ്പേസ് ബാർ ടൈപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. കാരണം സ്പേസ് വന്നാൽ അവിടെ വെച്ച് ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന നിൽക്കും. ബാക്കി നമ്മൾ ടൈപ്പ് ചെയ്യുന്നതെല്ലാം അടുത്ത വേരിയബിളിലോട്ടേ സ്റ്റോർ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു ലിമിറ്റേഷൻ സി ഇൻ എന്ന സ്റ്റേറ്റ്മെൻറ്റിലുണ്ട്. മൾട്ടിപ്പിൾ വേർഡ്സ് നമുക്ക് ഇത് സി ഇൻ എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ഒരു സ്ട്രിംഗ് ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാൻ സാധിക്കത്തില്ല. ഈ സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ വേർഡ്സ്, ഈവൻ സെൻറ്റൻസസ് വരെ നമുക്ക് സ്ട്രിംഗ് ഡാറ്റയായിട്ട് ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അത് സി ഇൻ എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചല്ല, വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ മൾട്ടിപ്പിൾ വേർഡ്സിനെ ഒരു സ്ട്രിംഗ് ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റാണ് ദ ഗെറ്റ് ലൈൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. ഈ ഗെറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഈ സിൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് അതിന് പകരമാണ് ഈ ഗെറ്റ് ലൈൻ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ ഡാറ്റ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഗെറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ അത് ഗെറ്റ് എ ലൈൻ എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണെന്ന് പറയാം. ഈ ഗെറ്റ് ലൈൻ എന്ന് ഈ ഗെറ്റ് ലൈൻ എന്ന കീവേഡ് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് ആദ്യം സി ഇൻ എന്ന് എഴുതുക, എന്നിട്ട് കോമ, എന്നിട്ട് ഏത് വേരിയബിളിലോട്ടാണോ സ്റ്റോർ ചെയ്യേണ്ടത് ആ വേരിയബിളിൻ്റെ പേരും മെൻഷൻ ചെയ്യുക.
ഇവിടെ എനിക്ക് നെയിം എന്ന് പറയുന്ന വേരിയബിളിലോട്ടാണ് എനിക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. അതുകൊണ്ട് നെയിം എന്നാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തത്. അപ്പോൾ ഗെറ്റ് ലൈൻ എന്ന് എഴുതുക, എന്നിട്ട് ബ്രാക്കറ്റിൻ്റെ അകത്ത് ആദ്യം സി ഇൻ എന്ന് എഴുതുക, എന്നിട്ട് കോമ, എന്നിട്ട് ഏത് വേരിയബിളിലോട്ടാണ് നമ്മൾ സ്ട്രിങ് സ്റ്റോർ ചെയ്യേണ്ടത് ആ വേരിയബിളിൻ്റെ പേരും ഇവിടെ മെൻഷൻ ചെയ്യുക, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ സി ഇൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്, സി എൻ ഔട്ട് ഇൻപുട്ട് ഓപ്പറേറ്റർ ആ വേരിയബിളിൻ്റെ പേര്, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് പകരം ഗെറ്റ് ലൈൻ എഴുതി സി ഇൻ എന്ന് എഴുതി കോമ ആ വേരിയബിളിൻ്റെ പേര്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ വേർഡ്സ് ടൈപ്പ് ചെയ്ത് കൊടുത്താലും ആ മൾട്ടിപ്പിൾ വേർഡ്സ് എല്ലാം അതുപോലെ തന്നെ നെയിം എന്ന് പറയുന്ന വേരിയബിളോട് സ്റ്റോർ ചെയ്യും. ഇവിടെ ഈ സി ഔട്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിന് മാറ്റമൊന്നുമില്ല, മുമ്പത്തെ പ്രോഗ്രാമിൽ കണ്ട സെയിം സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. യുവർ നെയിം ഈസ് എന്ന് പറഞ്ഞിട്ട് നെയിം എന്ന് പറയുന്ന വേരിയബിൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നു. അപ്പോൾ ആ നെയിം എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന ഫുൾ സ്ട്രിങ് നമുക്കവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ പറ്റും. അതായത് മൾട്ടിപ്പിൾ വേർഡ്സ്. ഇവിടെ സ്പേസ് ടൈപ്പ് ചെയ്താലും കുഴപ്പമില്ല. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ആ എൻ്റയർ ലൈന് തന്നെ ഈ വേരിയബിളിലോട്ടങ്ങ് സ്റ്റോർ ആവും. അതുകൊണ്ടാണ് ഗെറ്റ് ലൈൻ എന്ന് പറയുന്നത്. നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ആ ഫുൾ ലൈൻ തന്നെ എൻ്റർ കീ പ്രസ് ചെയ്യും വരെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഡാറ്റയെ ആ വേരിയബിളിലോട്ട്, ഈ സ്ട്രിങ് ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മൾട്ടിപ്പിൾ വേർഡ്സ്, ഈവൻ സെൻറ്റൻസസ് വരെ നമുക്ക് ഈ സ്ട്രിങ് ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അതിനാണ് ഈ ഗെറ്റ് ലൈൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗെറ്റ് ലൈൻ എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് സി ഇൻ എഴുതി കോമ നെയിം, ഏത് വേരിയബിളിലോട്ടാണോ സ്റ്റോർ ചെയ്യേണ്ടത് ആ വേരിയബിളിൻ്റെ പേര് മാത്രം ഇവിടെ മെൻഷൻ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ഗെറ്റ് ലൈൻ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് മൾട്ടിപ്പിൾ വേർഡ്സ് ഉള്ള സ്ട്രിങ് ഡാറ്റയെ നമുക്ക് വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് സ്ട്രിങ് ഡാറ്റയെ ഇൻപുട്ട് ചെയ്യുന്നത്. സാധാരണ സ്ട്രിങ് ഡാറ്റയാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ മിക്കവാറും മൾട്ടിപ്പിൾ വേർഡ്സ് ഒക്കെ ആയിരിക്കും ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സി ഇന്ന് പകരം ഗെറ്റ് ലൈൻ എന്ന സ്റ്റേറ്റ്മെൻറ്റാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. സ്ട്രിങ് ഡാറ്റയാണ് നമുക്ക് കീബോർഡ് വഴി അക്സെപ്റ്റ് ചെയ്യേണ്ടത് എങ്കിൽ ഗെറ്റ് ലൈൻ എന്ന ഫംഗ്ഷനാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.